ലോകത്തിന് മുന്നിൽ വീണ്ടും നാണം കെട്ട് അമേരിക്ക. അതായത് വലിയൊരു യുദ്ധത്തിലേക്ക് പൊട്ടി പുറപ്പെട്ട അമേരിക്കയുടെ പത്തി താഴുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇറാന്റെ ഒരു ഒറ്റ ചുവർ ചിത്രം കൊണ്ട് ലോകം തന്നെ നടുങ്ങിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പൽ തകർന്നടിഞ്ഞതിന്റെ ഒരു ചുവർ ചിത്രമാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ലോകത്തെ മൊത്തത്തിൽ തന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഇറാൻ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? രേഷ്മ, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അതിന് തംബ്നെയിൽ എന്ന് പറയുന്നത് ഞാനിവിടെ കാണിക്കാം. US യുദ്ധക്കപ്പലുകൾ കടലിൽ വെച്ച് തകർത്തു, നടുക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ട് ഇറാൻ എന്നാണ് അതിൻ്റെ തമ്പ്. ടൈറ്റിൽ എന്ന് പറയുന്നത് ട്രംപിൻ്റെ കപ്പലുകൾ തകർക്കുന്ന ദൃശ്യം പുറത്തുവിട്ട് ഇറാൻ എന്നാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത്. ട്രംപിൻ്റെ കപ്പലുകൾ തകർക്കുന്നതിൻ്റെ അല്ലെങ്കിൽ തകർത്ത് കളയുന്ന ഒരു ഇമേജ് സൃഷ്ടിക്കുന്നു. അപ്പോൾ അത് തകർത്തിട്ടുണ്ട്. ആ തകർക്കുന്ന ഇമേജ് പുറത്തുവിട്ടിരിക്കുന്നു ഇറാൻ. അതാണ് നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായി അനലൈസ് ചെയ്ത് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എന്താണ് അതിൻ്റെ സാഹചര്യം എന്ന് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ട്രംപിൻ്റെ കപ്പലുകൾ തകർക്കുന്ന ദൃശ്യമാണ്, ഇമേജാണ്. അത് പുറത്തുവിട്ട് ഇറാൻ എന്ന് പറഞ്ഞത് ഒരു വലിയ അപരാധമായിട്ട് നമുക്കിടയിൽ നമ്മുടെ ചാനലിൽ ഒരു 10-12 പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. അതൊരു വലിയ അഭിപ്രായ പ്രകടനമൊന്നുമല്ല, വളരെ കുറച്ച് ആളുകളാണ് അങ്ങനെ പറയുന്നുള്ളൂ. കാരണം 10,000-കണക്കിന് ആളുകൾ, 1,00,000-അടുത്ത് പേര് ഇപ്പോൾ ഇതോടൊപ്പം ആ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ചാനലിനെതിരെ ഒരുപാട് കള്ളപ്രചാരണങ്ങൾ ഇപ്പോൾ ചില ആളുകൾ നടത്തുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ഇറാൻ തകരാത്തതിലുള്ള വിഷമമായിരിക്കാം. ഇറാൻ ഇപ്പോൾ തകരും, ഖാംനെയി ഇപ്പോൾ വീഴും, ഇറാൻ ഇപ്പോൾ ഇല്ലാണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളോട് പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ അതല്ല സത്യമെന്ന് നിരന്തരമായി നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ പറയുന്നതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖാംനെയി അങ്ങനെ വീഴില്ല, ഇറാൻ തകരില്ല, ഇറാൻ തിരിച്ചു വരുമെന്നൊക്കെ ആദ്യം മുതലേ കൃത്യമായി അന്താരാഷ്ട്ര വാർത്തകളും ഏജൻസികളുടെയും ഒക്കെ റിപ്പോർട്ടുകൾ അനലൈസ് ചെയ്ത് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ ഇവിടെ പലരും, മുഖ്യധാര ചാനലുകൾ അടക്കം, ഇറാൻ ഇപ്പോൾ വീഴും, ഖാംനെയിയെ തട്ടും, ഇറാനിൽ ഇസ്ലാമിക ഭരണം നിലംപതിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് വിരുദ്ധമായി നിരന്തരമായി യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പുറത്തു പറയുന്നതിൽ അസംതൃപ്തി പൂണ്ട ഒരു വിഭാഗം ആളുകൾ നമ്മൾ കൊടുക്കുന്ന തംബ്നെയിലും ടൈറ്റിലും ഒക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ഒന്ന് നോക്കുക, ട്രംപിൻ്റെ കപ്പലുകൾ തകർക്കുന്ന ദൃശ്യം പുറത്തുവിട്ട് ഇറാൻ എന്ന് പറയുന്ന വാർത്ത റോയിറ്റേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മലയാളം തർജ്ജിമയാണ് നമ്മൾ കൊടുത്തത്. ദ ഗാർഡിയൻ എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമം, പാശ്ചാത്യ മാധ്യമമാണ്, അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ, ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലിലെ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതേ സാധനം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ, അല്ലെങ്കിൽ ഇറാൻ്റെ പോരാട്ട വീര്യം ഇവിടെ ജനങ്ങളെ അറിയിക്കാതിരിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അപ്പോൾ ആ മാധ്യമങ്ങൾ നുണ പറയുമ്പോൾ അവർക്കിടയിൽ സത്യം പറയണമെന്ന ലക്ഷ്യത്തോടു കൂടി ഇത്തരം വാർത്തകൾ നമ്മൾ തപ്പിപ്പിടിച്ച് കൊടുക്കുമ്പോൾ അത് മുഴുവൻ നുണയാണ്, പറയുന്നത് മുഴുവൻ കള്ളമാണ്, ഹെഡിങ് ഇങ്ങനെ കൊടുക്കണം, തംബ്നെയിൽ ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറയുന്ന ആളുകളോട് നല്ല നമസ്കാരമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇവർ പറയുന്നത് പോലെ തംബ്നെയിലും ടൈറ്റിലും ഒന്നും ഒരു ഖണ്ഡകാവ്യം പോലെ കഥ മുഴുവൻ എഴുതി വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ വെബ്സൈറ്റ് പോയി വായിക്കുക. വീഡിയോ കാണേണ്ടവർക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് ആകർഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തംബ്നെയിലും ടൈറ്റിലും കൊടുക്കുന്നത്. അതിന് ഒരു പരിധിയുണ്ട്. 100 വാക്കുകളാണ് ആകെ, 100 അക്ഷരങ്ങളാണ് ആകെ എഴുതാൻ കഴിയൂ. അതിനുള്ളിലേക്ക് ഈ കഥ മുഴുവൻ എഴുതണം. അതായത് ട്രംപിൻ്റെ കപ്പലുകൾ അല്ലെങ്കിൽ അമേരിക്കയുടെ കപ്പലുകൾ കടലിൽ വെച്ച് ഇറാൻ തകർക്കുന്നതായി ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ആ വിവരം കിട്ടിയത് ഇന്ന സ്ഥലത്ത് നിന്നാണ്, അതൊരു ചുമർ ചിത്രമാണ്, ആ ചിത്രത്തിന് ഉള്ളിൽ ഇന്നിന്ന കാഴ്ചകളുണ്ട് എന്നൊക്കെ എഴുതി വെക്കാൻ തൽക്കാലം സൗകര്യമില്ല. ഗൂഗിൾ സമ്മതിക്കില്ല, യൂട്യൂബ് സമ്മതിക്കില്ല. അപ്പോൾ അത് മുഴുവൻ അങ്ങനെ എഴുതി കാണിക്കണം ആദ്യമേ എന്ന് പറയുന്നവരോട് നിങ്ങൾ വല്ല വെബ്സൈറ്റും പോയി വായിക്കുക. ഈ ചാനലുകളെ കാണണ്ട. നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ മുഴുവൻ വിവരങ്ങളും വായിച്ചറിയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വെബ്സൈറ്റുകൾ നോക്കുക. ഇംഗ്ലീഷ് സൈറ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മലയാളം സൈറ്റുകൾ ഏതെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പോയി വായിക്കുക. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്, നമ്മൾ വീഡിയോയിലൂടെ കാര്യങ്ങൾ വിശദമായി പറയുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരിലേക്ക് പെട്ടെന്ന് ഈ വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ കൊടുത്ത വീഡിയോ മുഴുവൻ കണ്ട ഒരാൾക്കും നമ്മൾ നുണ പറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ തംബ്നെയിലിൻ്റെ ഒരു കഷ്ണം നോക്കിയിട്ട്, ടൈറ്റിലിൻ്റെ ഒരു കഷ്ണം നോക്കിയിട്ട് ഇത് മുഴുവൻ നുണയാണെന്ന് പറഞ്ഞ് നമുക്കെതിരെ ബോധപൂർവമായി ക്യാമ്പയിൻ നടത്തുന്നവർ, അവരെ ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രമേ എല്ലാവരോടും പറയാറുള്ളൂ. അവർ സത്യം പ്രചരിക്കുന്നത് കണ്ടതിൻ്റെ ഹാലിളക്കത്തിൽ കിടന്ന് പിച്ചുമ്പയും പറയുന്നവരാണ്. അത്രയേ ഉള്ളൂ. അവരെ അവഗണിക്കുകയാണ് പരിപൂർണമായി. രേഷ്മ ഇപ്പോൾ ചോദിച്ചതുപോലെ ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്നത് പോലെ ഇറാനിൽ വ്യാപകമായിട്ടുള്ള ഒരു
ഉണർവ്, അതായത് ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഒരു പുത്തൻ ഉണർവ് കൈവന്നിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ കൂടുതലായി, അതായത് അവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത് രാജ്യത്തെ സ്നേഹിക്കുന്ന, ആ ഭരണകൂടത്തെ സ്നേഹിക്കുന്ന പൊതുജനങ്ങൾ ഇറാൻ ഭരണകൂടത്തിനൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ വെല്ലുവിളികൾക്ക് വശംവദരാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഇറാൻ്റെ വെല്ലുവിളികൾ കണ്ട് ഭയക്കുന്ന വിധത്തിൽ ട്രംപ് പതുങ്ങിയിരിക്കുകയാണ്. ഇറാനെ ഇപ്പോൾ ആക്രമിക്കണമെന്ന് പറഞ്ഞ് ഒരു മാസം മുമ്പ് രംഗത്ത് വന്ന ഇസ്രായേലാണെങ്കിൽ ഇപ്പോൾ ഒരക്ഷരവും മിണ്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ കരുത്തിൽ വിറച്ചിരിക്കുന്ന എതിരാളികൾ എന്നത് ഇറാനെ സംബന്ധിച്ച് വളരെ സുഖമുള്ളൊരു കാര്യമാണ്. അതായത് ഓരോ നിമിഷവും പുതിയ തരത്തിലുള്ള വെല്ലുവിളികൾ, ഓരോ ദിവസവും പുതിയ തരത്തിലുള്ള വെല്ലുവിളികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ കടലിൽ വെച്ച് തകർക്കുന്ന ഒരു ഇമേജ് ഇറാൻ പ്രതീകാത്മകമായി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടെഹ്റാൻ നഗരത്തിലെ ഒരു വലിയ ചുമരിൽ പ്രദർശിപ്പിച്ചതും അത് ഒരു വെല്ലുവിളി എന്ന നിലയിൽ തന്നെ അമേരിക്കയോട് അതൊരു വെല്ലുവിളിയായി തന്നെ കാണാൻ വേണ്ടി അവർ പറയുകയും ചെയ്തു. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ ഇപ്പോഴും ഒരു സുപ്രീം പൊസിഷനിലാണ്. അവർ ഭയപ്പെട്ടിട്ടില്ല, അവർക്ക് യാതൊരു വിധത്തിലുള്ള ഭയപ്പാടുമില്ല. അവരെ തൊടാൻ ആർക്കും കഴിയില്ല എന്ന ബോധ്യം, അമേരിക്കയ്ക്ക് ഇറാനെ തൊടാൻ കഴിയില്ല എന്ന ബോധ്യം ഇറാനുണ്ട് എന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇറാന്റെ വലിയൊരു പ്ലാനിങ്ങും അതിൽ കാണുന്നില്ലേ? കാരണം അമേരിക്കയുടെ കപ്പലുകൾ അവിടെ നങ്കുരമിട്ട് നടക്കുന്നുണ്ട്. ഇത് യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളോ അല്ലെങ്കിൽ യുദ്ധങ്ങളോ ഇതുവരെ ഒന്നും അമേരിക്ക തുടങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഒരു കപ്പലിന്റെ ചുവർചിത്രം ഇടുമ്പോൾ തന്നെ അതിനകത്ത് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതി ഇറാൻ നടത്തുന്നില്ല എന്നതാണ്. അല്ല രേഷ്മ, ഞാനിതിൽ പറയുന്നത്, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, അമേരിക്കൻ കപ്പലുകൾ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ, ഇല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ബാക്കി കിട്ടില്ല എന്ന് ഇറാൻ പ്രതീകാത്മകമായി പറയുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അമേരിക്കൻ അപ്ഡേറ്റഡ് ആണെന്നാണ് ഇറാന്റെ ഒരു അത് ഇറാൻ അപ്ഡേറ്റഡ് ആണ്. ഇറാന് വലിയ സാങ്കേതിക ശക്തിയുണ്ട്. ഇപ്പം ഞാൻ ഈ ഇറാൻ സംഭവങ്ങൾ നമ്മൾ കൂടുതലായി ചെയ്യുന്നത് എന്താണെന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പല മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തള്ളുന്ന മനുഷ്യർക്കും ഒന്നും ഈ അന്താരാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല. ഞാൻ ഇൻ്റർനാഷണൽ റിലേഷൻസ് കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ 15 വർഷ മാധ്യമ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം പ്രതിപാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിട്ടുള്ള 2 വിഷയങ്ങൾ, ഒന്ന് നാഷണൽ പൊളിറ്റിക്സും 2 ഇൻ്റർനാഷണൽ റിലേഷൻസുമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി, ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ അപ്ഡേറ്റുകൾ എവിടങ്ങളിൽ നിന്നൊക്കെ കിട്ടും, ഏതൊക്കെ വാർത്താ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടും, ഏതൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് കിട്ടുമെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത്തരം വിവരങ്ങൾ നമ്മൾ തേടിക്കൊണ്ട് വരുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അതൊന്നും ആയിരിക്കില്ല റിപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ചെറിയ 2 ഉദാഹരണം പറയാം രേഷ്മ. പണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത്, തുടങ്ങിയ സമയത്ത്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ്, ബന്ദികളെ മുഴുവൻ ഞങ്ങൾ ജീവനോടെ കൊണ്ടുവരും. അതായത് ഇസ്രായേലിൻ്റെ സൈന്യം പോയിട്ട് ഹമാസിൻ്റെ പക്കൽ നിന്ന് ബന്ദികളെ കൊണ്ടുവരും, ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കും, അതുപോലെ തന്നെ ഗസ പിടിച്ചെടുക്കും. 3 വാഗ്ദാനങ്ങളാണ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ് ഈ ഇസ്രായേൽ നടത്തിയത്, പ്രഖ്യാപനങ്ങൾ നടത്തിയത്. അന്ന് മുതൽ ഞാൻ പറയുന്നൊരു കാര്യം, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഹമാസിനെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല, ഗസയിൽ പോയിട്ട് ബന്ദികളെ ജീവനോടെ കൊണ്ടുവരാൻ IDFന് കഴിയില്ല, അവരായിട്ട് യുദ്ധം ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. 3 ഗസ പരിപൂർണമായി പിടിച്ചെടുക്കുക എന്നുള്ളത് ഇസ്രായേലിന് സാധിക്കില്ല. 2 വർഷത്തിനിപ്പുറവും ഇതൊന്നും നടന്നിട്ടില്ല. അത് നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ ആ സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്തത് എന്തൊക്കെയായിരുന്നറിയോ? ഹമാസിൻ്റെ തുരങ്കങ്ങളിലേക്ക് കടൽ വെള്ളം ഒഴുക്കും, അങ്ങനെ ഹമാസിനെ തീർക്കും, ഹമാസിൻ്റെ തുരങ്കങ്ങളിലേക്ക് വേട്ടപ്പട്ടികളെ അയക്കും, അങ്ങനെ ഹമാസുകാരെ തീർക്കും, ഹമാസിൻ്റെ തുരങ്കങ്ങളിലേക്ക് മറ്റു പല മെക്കാനിസം ഉപയോഗിച്ച് ആ തുരങ്കങ്ങൾ മുഴുവൻ ചുട്ടരിക്കും. ഇങ്ങനെ ഒരുപാട് കഥകൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അടിച്ചു. ഹമാസ് തീർന്നു, ഗസ തീർന്നു, ഈ പറയുന്ന ബന്ദികൾ മുഴുവൻ ഇപ്പോൾ ജീവനോടെ വരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ വന്നപ്പോഴും നമ്മൾ പറഞ്ഞൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, വെറുതെ തള്ളാം. കാരണം അറബ് രാഷ്ട്രീയം അല്ലെങ്കിൽ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയം, അവിടുത്തെ ഇത്തരം ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇറാൻ്റെ കാര്യം വന്നപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ഈ അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ ആക്രമിക്കാൻ പോകുന്നു, ഇറാനിൽ വലിയ ആഭ്യന്തര കലാപം വരുന്നു എന്ന് വാർത്തകൾ വന്ന സമയത്ത് നമ്മുടെ വീഡിയോകൾ പരിശോധിച്ചാൽ അറിയാം. ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്, നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇറാൻ തിരിച്ചു വരും, ഇറാൻ കരുത്താർജിക്കും. ഇതിലും വലിയ പ്രക്ഷോഭങ്ങളെ അതിജീവിച്ചിട്ടുള്ള ആളാണ് ആയത്തുള്ള അലി ഖാംനെയി. ഇറാനിൽ ഇസ്ലാമിക ഭരണത്തിനെതിരെ ഒരു വിഭാഗം പ്രക്ഷോഭം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ അമേരിക്കയും കൂടി ആയേക്കും. പിന്നീട് എന്താണ് നമ്മൾ കണ്ടത്? ഇതുവരെ ആയത്തുള്ള അലി ഖാംനെയുടെ ഭരണം താഴെ പോയിട്ടില്ല, ഇസ്ലാമിക ഭരണം താഴെ വീണിട്ടില്ല.
എന്ന് മാത്രമല്ല പ്രക്ഷോഭകരെ അടിച്ചൊതുക്കിക്കൊണ്ട് അവിടെ മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ പ്രക്ഷോഭകർക്കെതിരായ കടുത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഭരണകൂടം. എന്ന് മാത്രമല്ല ആയത്തുള്ള അലി ഖാംനെയുടെ നേതൃത്വത്തിൽ അവിടെ ഭരണം തിരിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ചാരന്മാരായിട്ടുള്ള ആളുകളെ കൂട്ടക്കുരുതി ചെയ്യുന്ന സാഹചര്യം, അല്ലെങ്കിൽ അത്തരമുള്ള വാർത്തകളും വിവരങ്ങളും പുറത്തു വരികയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് സംഭവിക്കുന്നത്. അവിടെ ഭരണകൂടം തിരിച്ചു വരികയും ഈ പറയുന്നത് പോലെ അമേരിക്ക എന്ന് പറയുന്ന ലോകശക്തിയെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്ക അവരുടെ ഏറ്റവും വലിയ പടക്കപ്പലും ചെറു യുദ്ധക്കപ്പലുകളും നിരത്തിലിറക്കി ഈ പറയുന്ന പശ്ചിമേഷ്യൻ തീരങ്ങളിൽ നങ്കൂരമിട്ട് കിടക്കുകയാണ്. തെക്ക് വടക്ക് പോകുന്നു, നങ്കൂരമിടുന്നു, ഇങ്ങനെ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം മറ്റേതെങ്കിലും ഒരു രാജ്യമാണെങ്കിൽ സറണ്ടർ ആയേനെ, അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായേനെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇറാൻ ഓരോ നിമിഷവും ഓരോ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പറയുന്നു ഫിംഗേഴ്സ് ഓൺ ട്രിഗേഴ്സ് എന്നാണ് ഇന്നലെ ഇറാൻ പറഞ്ഞത്. അതായത് നിങ്ങളെ തീർക്കാനുള്ള ഈ കപ്പലടക്കം പൊട്ടിക്കാനുള്ള മുഴുവൻ സന്നാഹങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഞങ്ങളുടെ പക്കലുണ്ട്, ഞങ്ങൾ അതിൽ വിരൽ വെച്ചിരിക്കുകയാണ്. അതായത് ഒറ്റ ഞെക്കിന് നിങ്ങളെ തീർക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ഇന്നലെ ഇറാൻ പറഞ്ഞത്. ഇന്നെന്താ? ഇന്ന് ഈ പടക്കപ്പൽ പൊട്ടിക്കുന്ന ചിത്രമാണ് പുറത്തു വിടുന്നത്. അതായത് ഓരോ ദിവസവും പുതിയ പുതിയ വെല്ലുവിളികൾ, പുതിയ പുതിയ മറുപടികൾ കൊടുത്തുകൊണ്ട് ഇറാൻ അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുക തന്നെയാണ്. ഇനി നമ്മൾ ഈ പറയുന്നതൊക്കെ തള്ളാണെന്ന് പറയുന്നവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് ഇറാനെ ആക്രമിച്ചില്ല? എന്തായാലും ട്രംപ് രാഹുവും ഗുളികനും ഒന്നും നോക്കി സമയം നിശ്ചയിച്ച് കവടി നിരത്തിയിട്ടല്ലല്ലോ യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാൽ ചെയ്യണമല്ലോ. അത് ഇതുവരെ എന്തുകൊണ്ടുണ്ടായിട്ടില്ല? നാഴേക്ക് 40 വട്ടം ഇറാനെ ആക്രമിക്കും, ഖാംനെയിയെ പിടിക്കും, ഇപ്പം തകർക്കും, ഇപ്പം ചെയ്യും, ഇപ്പം പൊട്ടുമെന്ന് പറയുന്നതല്ലാതെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? അതിനൊരു സാങ്കേതികമായ ഉത്തരം ഈ കമന്റ് ഇടുന്ന ആളുകൾ തരട്ടെ. അതെ, ഇറാന് ശക്തിയില്ല, ഇറാൻ പേടിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ പിന്നെ എന്തുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നില്ല അമേരിക്ക എന്ന ചോദ്യത്തിന് ഉത്തരം തരൂ. ആ ഉത്തരം ഇല്ലാത്തിടത്തോളം കാലം ഇറാന് മുന്നിൽ ഭയപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക എന്ന് തന്നെയാണ് അതിൻ്റെ വ്യാഖ്യാനം എന്നാണ് ഞാൻ കരുതുന്നത്. രേഷ്മ, ഇപ്പം ഇറാൻ ഇങ്ങനെ ഒരു ചിത്രം പങ്കുവെച്ചതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഭീതി ഈ പാശ്ചാത്യ രാജ്യങ്ങളിലും ഉടലെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കത്തില്ല, അത് സമ്പദ് വ്യവസ്ഥയിലാണെങ്കിലും അല്ലാതാണെങ്കിലും. അല്ല, ഒരു യുദ്ധത്തിലേക്ക് പോയാൽ മാത്രമാണ് ഇതൊരു സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന വലിയ പ്രശ്നമായിട്ട് മാറുകയുള്ളൂ. പക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു നടുക്കമുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങളെ സംബന്ധിച്ച്, പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ നടുക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇറാനിലേക്ക് ആക്രമണം നടത്തുമെന്ന് പറയുന്നു. അതിന് പിന്നാലെ ഇറാനിൽ ആഭ്യന്തര കലാപം മൂർച്ഛിക്കുന്നു. വലിയ പ്രക്ഷോഭം ഇറാൻ്റെ പല പ്രവിശ്യകളിലും ടെഹ്റാനിന് ചുറ്റുമൊക്കെ ഉണ്ടാകുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് ഉടൻ തന്നെ ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാകും, ഇറാനിലെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കും, ആയത്തുള്ള അലി ഖാംനെയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, മസൂദ് പെസഷ്കിയാൻ്റെ നേതൃത്വത്തിലുള്ള ആ പ്രസിഡൻഷ്യൽ ഭരണം ഇല്ലാതാകും, അവിടെ അതിനുശേഷം ഷാ ഭരണകൂടത്തിൻ്റെ വിപ്ലവകരമായ മാറ്റങ്ങളുള്ള ഒരുപാട് സ്വാതന്ത്ര്യമുള്ള മതത്തിൻ്റെ വേലിക്കെട്ടുകൾ പൊളിക്കുന്ന വിധത്തിലുള്ള ഒരു ഭരണം വരുമെന്നൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരമായി പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരമൊരു സാഹചര്യം ഇതുവരെ ഇറാനിൽ ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോൾ ശരിക്കും ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഇറാനിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകുമെന്ന പാശ്ചാത്യ ലോകത്തിൻ്റെ കണക്കുകൂട്ടലുകൾ പരിപൂർണമായി തെറ്റുന്ന വിധത്തിലാണ് ഇറാനിൽ നിന്നുള്ള ഓരോ വാർത്താ അപ്ഡേറ്റുകളും. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാനെ സംബന്ധിച്ച് പാശ്ചാത്യ ലോകം നടത്തിക്കൊണ്ടിരിക്കുന്ന കണക്കുകൂട്ടലുകൾ മുഴുവൻ പൊളിഞ്ഞിരിക്കുന്നു. ഇറാനാണെങ്കിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ അവർ തല ഉയർത്തി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഓരോ ദിവസവും പുതിയ തരത്തിലുള്ള വെല്ലുവിളികൾ, തിരിച്ചടികൾ അവർ പാശ്ചാത്യ ലോകത്തിന്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് നൽകുന്നു. ഇതിൽ ട്രംപ് വല്ല മറുപടിയും അല്ലെങ്കിൽ പ്രതികരണമോ എന്തെങ്കിലുമൊക്കെ നടത്തിയിരുന്നോ? ഇല്ല, ട്രംപിൻ്റെ നിശബ്ദതയാണ്. ഇപ്പം ഇന്ന് രാവിലെ നമ്മളൊരു വാർത്ത കൊടുത്തത് ട്രംപ് പിന്തിരിയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ട്രംപ് പിന്തിരിയുന്നു എന്ന തരത്തിലാണ്. കാരണം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട്, അതായത് USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ സമുദ്രത്തിൽ ഈ പറയുന്ന പശ്ചിമേഷ്യയുടെ കടൽ തീരങ്ങളിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ചെറു യുദ്ധ കപ്പലുകൾ നിൽക്കുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ വലിയ പടപ്പുറപ്പാടുകൾ കാണുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അതായത് അവരൊക്കെ അവിടെ റെഡിയായി നിൽക്കുന്നു എന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഏതാണ്ട് 4-ാം ദിവസത്തിലേക്ക് ഇപ്പോൾ ആ സാഹചര്യം കടക്കുകയാണ്. ഈ ദിവസങ്ങളിലൊന്നും ട്രംപ്
ഇതേക്കുറിച്ചൊന്നും പറയുകയോ ഇറാനെ വെല്ലുവിളിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഇറാനോട് ആണവ പരീക്ഷണം നിർത്താൻ പറയുകയോ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപ്പാദനം നിർത്താൻ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ട്രംപ് പറഞ്ഞിരുന്നത് ഇറാൻ തങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാകണം, ആണവ കരാറിൽ ഒപ്പുവെക്കണം, അല്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങൾ സ്വതന്ത്രമായി നടത്തരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ സംഭവിച്ചത് ട്രംപും പരിപൂർണ്ണ നിശബ്ദനായിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു യുദ്ധ സാഹചര്യത്തിന് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇറാന് നേരെ ആക്രമണം ഉണ്ടാകും, ഇറാനെ ആക്രമിക്കണം, ഇറാൻ്റെ കയ്യിൽ പല പ്രശ്നങ്ങളുമുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ ഈ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് അമേരിക്ക ഇറങ്ങിയതോടുകൂടി പരിപൂർണമായ നിശബ്ദതയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുമൊക്കെ വലിയ നിശബ്ദതയാണ് പ്രകടമാകുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഇവർക്കെല്ലാം ഇറാൻ്റെ കരുത്ത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഇറാൻ ഏതെങ്കിലും തരത്തിൽ പിന്മാറുമെന്ന പ്രതീക്ഷ ഇവർക്ക് നശിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയും വെല്ലുവിളിച്ച് പ്രകോപനമുണ്ടാക്കി യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാതെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇറാനെ പ്രകോപിപ്പിച്ചാൽ പണി കിട്ടുമെന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിശബ്ദത പാലിച്ചതായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രേഷ്മ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാന് വലിയ മേൽക്കൈ, ഇറാൻ കരുത്താർജിക്കുന്ന സാഹചര്യം, ഇറാൻ്റെ കരുത്ത് അമേരിക്കയും ഇസ്രായേലും തിരിച്ചറിയുന്ന സാഹചര്യമൊക്കെയാണ് നിലനിൽക്കുന്നത് എന്ന് പറയാം.